ഹലോ. കാട്ടിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യമില്ലാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ. പുലിയെ കാണാം, സിംഹത്തെ കാണാം, ആനയെ കാണാം, കാട്ടുമൃഗങ്ങളെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് നമുക്കിങ്ങനെ പോകാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു വൈബല്ലേ. എന്നാ ഭംഗിയാണെന്നറിയാം, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം. അപ്പം ചെറിയൊരു റീൽസൊക്കെ എടുത്ത് വണ്ടി നിർത്തി ചെറിയൊരു റീൽസൊക്കെ എടുത്ത് പിന്നെ ചുമ്മാ ഇരിക്കണ പരിപാടി ഇല്ലാത്തതുകൊണ്ട് വലിയൊരു പാറയിൽ പിടച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കയറി അതിൻ്റെ മേളിലെത്തിയപ്പോൾ എന്താ വൈബ്, നല്ല കിളികളുടെ സൗണ്ടും. ഇത് ടിപ്പു സുൽത്താൻ പണിതൊരു കോട്ടയാണ്, എങ്ങനെയോ തകർന്നു പോയെന്ന് തോന്നുന്നു. അതിൻ്റെ ചുറ്റും നിറച്ചും കനകാമ്പരം ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളി റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നേരെ നമ്മൾ വെച്ച് വിട്ട് നല്ല മറ്റേ പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു തോട്ടം കണ്ട്, പിന്നെ എണ്ണക്കുരു തോട്ടം കണ്ട്. ഇത് സിൽവർ സ്റ്റോമാണ്, നമ്മൾ അവിടെ കയറിയില്ല, അവിടെ കയറാൻ താല്പര്യമുണ്ടല്ലോ. അതേ മേളിലൊരു കോട്ട കണ്ടില്ലേ. പിന്നെ വഴിയേരിയിൽ കുറേ കുരങ്ങന്മാരെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ മേളിലുള്ള ആ ഫ്ലവർ എന്താ ഭംഗിയെന്നറിയാവോ, ഒരു രക്ഷയില്ലാട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ഫ്ലവേഴ്സ്. പിന്നെ പോകുന്ന വഴിയെല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന വഴികളാട്ടോ, രണ്ട് സൈഡിലൊക്കെ ആയിട്ട്. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എപ്പോഴാണ് പുലി വരുന്നത് ആന വരുന്നതൊക്കെ ഉള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വണ്ടി വെച്ച് വിട്ട് ഓരോ രക്ഷയില്ലാതെ സുഖമായിട്ട് പോയി. പിന്നെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് ഞങ്ങൾ. പിന്നെ കാടിൻ്റെ ഉള്ളിൽ ആനയുടെയൊക്കെ ഒരു സ്ഥിരം വരുന്നൊരു വഴി ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു പാസ് എടുത്ത് നേരെ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി പാലമായിരുന്നു കേട്ടോ. ചുറ്റിനും നല്ലൊരു അരുവി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവം കേട്ടോ. പിന്നെ കുറച്ചും കൂടി പോയപ്പോഴത്തേക്ക് അവർ പറയണ്ടായിരുന്നു ആന പോകുന്ന ഒരു വഴിയാണ്, അപ്പോൾ സൂക്ഷിച്ച് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാലും പേടിയുണ്ടെങ്കിലും നമ്മൾ പേടിയില്ലാത്തതുപോലെ അഭിനയിച്ച് പോകല്ലോ. അതാ കാണുന്നത് ഒരു പള്ളിയാട്ടാ. ഈ കാടിൻ്റെ നടുവിലൊരു പള്ളി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അയ്യോ, അത് സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നേരെ നമ്മളെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ പോണ് സിംഹവാലൻ കുരങ്ങൻ. അതിനെ പേടിപ്പിച്ച മരത്തിൻ്റെ മേളിൽ കയറ്റി ഞാൻ. ഒരു രക്ഷയില്ല, അവൻ താഴെ നിൽക്കണ്ട, അവനെ മരത്തിൻ്റെ മേളിൽ കയറ്റി. പിന്നെ ഒരു അരുവിയാണ് കണ്ടത്. ഈ അരുവിയിൽ മുതലുണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. ദേ പോണും മയിൽ ചെണ്ട മയിൽ പോയത് കണ്ടില്ലേ. പിന്നെ വന്നപ്പോഴത്തേക്കും നല്ല ഈ അരുവിയിലൊക്കെ ഇറങ്ങാനായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആന ഇറങ്ങണ ഒരു സ്ഥലവും വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ എടുത്ത് ദാഹിച്ചിട്ട് വെള്ളം കണ്ടപ്പോഴാണ് ദാഹിക്കണത്. അങ്ങനെ നേരെ ഒരു കള്ള് ഷാപ്പിൻ്റെ മുമ്പിലെത്തി. നമുക്കൊരു കള്ളടിച്ചാലാം, മുളയിലെ കള്ള് കണ്ട. അങ്ങനെ 3 പേർക്കുള്ള കള്ള് വെച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് 3 ഗ്ലാസ് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കള്ള് കുടിക്കുന്ന ഒരാളല്ല, എന്നിരുന്നാലും നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, അത് വേറെ കാര്യം. ഇത് ശരിക്കും തെങ്ങിൻ കള്ളാണ്, നല്ല ഒറിജിനൽ തെങ്ങിൻ കള്ളാണ്. നല്ല മധുരമായിരുന്നു കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ കുടിക്കും എന്നൊക്കെ വിചാരിക്കും, എവിടെ ചുമ്മാതെയാണ്. പിന്നെ നല്ല ചിക്കനും ഫിഷും ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു ഐറ്റംസ്. ഇതൊക്കെ തീർക്കലാണ് എൻ്റെ പരിപാടി. ബാക്കിയുള്ളൊരു കള്ള് തീർക്കുമ്പോൾ ഞാൻ ഈ കാണുന്ന മീനും ചിക്കനും ഒക്കെ തീർക്കും. ഇത് പോർക്കാണ്. കൂട്ടത്തിലുള്ള ഒരാൾ നല്ല പോർക്കിൻ്റെ ഫാൻ ആയതുകൊണ്ട് അത് പുള്ളിക്ക് മാത്രമായിട്ട് മാറ്റി വെച്ച് കൊടുത്തു. എന്നാ മണമെന്നറിയാവോ, തെങ്ങിങ്ങളുടെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാ. പിന്നെ ഇതൊക്കെ ഫോട്ടോഷൂട്ടും കുറേ പ്രഹസനമാണ് സഹി. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ഫുള്ള് കണ്ട്. അത് കുടിക്കത്തില്ല ഞാൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരമായിട്ട്. അധികം ഒരു മത്തൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ കള്ളുകൂടി ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നെ ഉർവശിയുടെ പാത പിന്തുടരുക എന്നുള്ള ഒരു മൈൻഡാണ്. ദേ കയറി മലയുടെ മേലും ദേ താഴെ ഇറങ്ങി. പിന്നെയും തുടർന്ന് യാത്രയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒത്തിരി കാണാൻ നമുക്കുണ്ട്. അതൊരു എന്താ പറയുക, ഈ ഒരു യാത്ര എന്ന് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. കാരണം നമ്മളിങ്ങനെ സോളോ ട്രിപ്പും ഇത് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഒരുപാട് ചിന്തിക്കും, ഒരുപാട് എന്താ പറയുക, നമ്മുടെ മൈൻഡ് ശരിക്കും റിലാക്സ് ആവും. എവിടെ സിംഹാലം കുരങ്ങണ്ട. പിന്നെ ഒരു പാറയും ഒരു വലിയ കാട്ടമരമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പഠിച്ച് കയറി ഇവിടെ നിന്ന് വീഴാനത് ദൈവം കാത്ത്. കാരണം ഞാൻ വീഴുന്ന ഒരു ആ സിറ്റുവേഷൻ നിൽക്കണേ. പിന്നെ കുറച്ച് ഒരു വള്ളി കിടന്ന് തൂങ്ങി കുറേയൊക്കെ കുരുത്തക്കേടുകളെല്ലാം അവിടെ കാണിച്ചു കൂട്ടിയിട്ടാ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ശരിക്കും എൻജോയ് ചെയ്യണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആന ഇറങ്ങിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റില്ല, അതിൻ്റെ മേളിലായിരുന്നു. എന്നാലും അത് താഴത്തോട്ട് പെട്ടെന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ വെച്ച് വിട്ട് ഭയന്ന് വെച്ച് വിട്ടാണ്. തിരിച്ച് പോരാൻ നേരം ഒത്തിരി ഇരുട്ടായി. കാരണം 6 മണിക്ക് ശേഷം അങ്ങോട്ട് ആരെയും കടത്തി വിടില്ല എന്നുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ പോരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ റിട്ടേൺ പോരുന്നപ്പോഴും നമ്മൾ രാവിലെ പോയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ട കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.